ഞാനൊരു പേടിക്കുന്ന സ്വപ്നം കണ്ടു ഇന്നലെ രാത്രിയില്. എന്തുവാ? ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുവാ വീട്ടിലോട്ട്. പണി സാധനം ഉണ്ട്. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്റെ കയ്യിരിക്കും കവറില്. നമ്മുടെ ആ താഴത്തെ ആ ചെല്ലപ്പമ്പടിയിലെ ആ വളവില്ലേ, ആ വളവ് വന്നപ്പോ ഒരു കറുത്ത പട്ടി എന്നെ ചാടിച്ചു കടിക്കാനെ കൊണ്ട്. ഞാൻ എന്റെ കയ്യിരുന്ന പണി സാധനവും ഈ പലചരക്ക് സാധനവും എല്ലാം കളഞ്ഞിട്ട് ഓടി. നമ്മുടെ താഴത്തെ ആ വളവിനെ പൊട്ടക്കുളവില്ലേ, ആ പൊട്ടക്കുളത്തിലോട്ട് ഞാൻ എടുത്ത് ചാടി. പൊട്ടക്കുളത്തിൽ ചാടിയിട്ട് കൊമള വന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയി. ശ്വാസം മുട്ടൽ ഞെട്ടി ഉണന്ന് ഞാൻ. അത് ഫലിക്കും അമ്മേ? അത് ഇല്ല, അത് ഫലിക്കത്തില്ല. ആ ഇവളിപ്പം കാലത്തെ സ്വപ്നം അമ്മയോട് പറഞ്ഞതുകൊണ്ടായിരിക്കും ഫലിക്കാത്തത്. അതല്ലേ, ആദ്യം നീ പണിക്ക് പോണം. എനിക്ക് പണി സാധനം സ്വന്തമായിട്ട് വേണം. പട്ടി ഓടിക്കണം. അത് നടക്കത്തില്ല. ഈ കട്ടിലെ ഈ വീട് നല്ലത് വെളിയിലോട്ട് ഇറങ്ങൂടാ. ഞാനൊരു പേടിക്കുന്ന സ്വപ്നം കണ്ടു ഇന്നലെ രാത്രിയില്. എന്തുവാ? ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുവാ വീട്ടിലോട്ട്. പണി സാധനം ഉണ്ട്. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്റെ കയ്യിരിക്കും കവറില്. നമ്മുടെ ആ താഴത്തെ ആ ചെല്ലപ്പമ്പടിയിലെ ആ വളവില്ലേ, ആ വളവ് വന്നപ്പോ ഒരു കറുത്ത പട്ടി എന്നെ ചാടിച്ചു കടിക്കാനെ കൊണ്ട്. ഞാൻ എന്റെ കയ്യിരുന്ന പണി സാധനവും ഈ പലചരക്ക് സാധനവും എല്ലാം കളഞ്ഞിട്ട് ഓടി. നമ്മുടെ താഴത്തെ ആ വളവിനെ പൊട്ടക്കുളവില്ലേ, ആ പൊട്ടക്കുളത്തിലോട്ട് ഞാൻ എടുത്ത് ചാടി. പൊട്ടക്കുളത്തിൽ ചാടിയിട്ട് കൊമള വന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയി. ശ്വാസം മുട്ടൽ ഞെട്ടി ഉണന്ന് ഞാൻ. അത് ഫലിക്കും അമ്മേ? അത് ഇല്ല, അത് ഫലിക്കത്തില്ല. ആ ഇവളിപ്പം കാലത്തെ സ്വപ്നം അമ്മയോട് പറഞ്ഞതുകൊണ്ടായിരിക്കും ഫലിക്കാത്തത്. അതല്ലേ, ആദ്യം നീ പണിക്ക് പോണം. എനിക്ക് പണി സാധനം സ്വന്തമായിട്ട് വേണം. പട്ടി ഓടിക്കണം. അത് നടക്കത്തില്ല. ഈ കട്ടിലെ ഈ വീട് നല്ലത് വെളിയിലോട്ട് ഇറങ്ങൂടാ. ഞാനൊരു